അതിജീവനത്തിൽ നിന്ന് ആഗോള പൗരത്വത്തിലേക്കുള്ള കേരളത്തിന്റെ പ്രവാസ ചരിത്രമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇന്ന് കേരളം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രവാസി സമൂഹങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ്. സുഗന്ധ വ്യഞ്ജനങ്ങൾ തേടി കേരളത്തിലേക്ക് വന്നിരുന്ന നാടുകളിലൊക്കെ മലയാളി ഇന്ന് കാലുറപ്പിച്ചിരിക്കുന്നു. ഗൾഫും യൂറോപ്പും കടന്ന് പുതിയ വൻകരകൾ തേടി ആ യാത്ര അനുസ്യൂതം തുടരുകയാണ്. പിന്നിട്ട ഒരു നൂറ്റാണ്ട് ഈ ചരിത്ര പാലായനത്തിന് സാക്ഷിയാണ്. സാധാരണ തൊഴിലുകളിൽ മാത്രമല്ല, വിദ്യാഭ്യാസ പ്രൊഫഷണൽ രംഗങ്ങളിലും ഭരണ നിർവഹണത്തിൽ പോലും തിളങ്ങി നിൽക്കുന്ന ആഗോള പൗരന്മാരായി മലയാളികൾ വളർന്നിരിക്കുന്നു. മലയാളികൾ ആ പ്രവാസ നാടുകളുടെ സാമൂഹിക ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങൾ കൂടിയാണ് ഈ കുടിയേറ്റത്തിന്റെ ചരിത്രം പറഞ്ഞു വെക്കുന്നത്. കുടിയേറ്റം പോലെ കേരളത്തിന് സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ ഘടനകളെ സ്വാധീനിച്ച മറ്റൊരു ഘടകവുമില്ലെന്ന് ഉറപ്പിച്ച് പറയാനാവും. വ്യത്യസ്തമായ ഘട്ടങ്ങളിലൂടെയാണ് ഈ പ്രവാസം കടന്നു പോകുന്നത്. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലാണ് കേരളത്തിൽ നിന്നുള്ള ആദ്യകാല കുടിയേറ്റങ്ങൾ ആരംഭിച്ചത്. കാർഷിക മേഖലയ്ക്ക് അപ്പുറം തൊഴിലവസരങ്ങൾ കുറവായിരുന്ന അക്കാലത്ത് ശ്രീലങ്ക, ബർമ്മ, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലേക്കും മദ്രാസ്, ബോംബെ തുടങ്ങിയ ഇന്ത്യൻ നഗരങ്ങളിലേക്കും മലയാളികൾ തൊഴിൽ തേടിപ്പോയി. തോട്ടം മേഖലകളിലും ക്ലറിക്കൽ ജോലികളിലുമാണ് അവർ പ്രധാനമായും ഏർപ്പെട്ടിരുന്നത്. അതിർത്തികൾക്കപ്പുറത്ത് സാമ്പത്തിക പുരോഗതി തേടാം എന്ന ആശയത്തിന് അടിത്തറ പാകിയത് ഈ ആദ്യകാല കുടിയേറ്റമാണ്. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഭരണനിർവഹണ സർവീസ് മേഖലകളിൽ വിദ്യാഭ്യാസമുള്ള ജീവനക്കാരുടെ ആവശ്യകത വർദ്ധിച്ചു. ടൈപ്പിസ്റ്റുകൾ, ക്ലാർക്കുമാർ, മിലിറ്ററി ഉദ്യോഗസ്ഥർ എന്നീ നിലകളിൽ ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലേക്കും സിംഗപ്പൂരിലേക്കും മലയാളികൾ ചേക്കേറി. 1960കളോടെ കേരളം ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സംസ്കാരമുള്ള സംസ്ഥാനമായി മാറി. നഴ്സിംഗ്, സാങ്കേതിക മേഖലകളിലെ വിപ്ലവം മലയാളികൾക്ക് പുതിയ വഴികൾ തുറന്നുകൊടുത്തു. മറ്റ് പല നാടുകളും നൈപുണ്യമില്ലാത്ത തൊഴിലാളികളെ അയച്ചപ്പോൾ കേരളം അറിവും വൈദഗ്ധ്യവുമാണ് കയറ്റുമതി ചെയ്തത്. 1970കളിലെ പശ്ചിമേഷ്യയിൽ ഉണ്ടായ എണ്ണ വിപ്ലവം കേരളത്തിന്റെ ചരിത്രം മാറ്റിയെഴുതി. സാധാരണക്കാരായ തൊഴിലാളികൾ മുതൽ എഞ്ചിനീയർമാർ വരെ ലക്ഷക്കണക്കിന് മലയാളികളാണ് സൗദി അറേബ്യ, UAE, കുവൈറ്റ് തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളിലേക്ക് വിമാനം കയറിയത്. വീടുകൾ വിറ്റും കടം വാങ്ങിയും വിദേശത്തേക്ക് പോയ പ്രവാസികൾ അയച്ച പണം കേരളത്തെ ഒരു വലിയ മണി ഓർഡർ സമ്പദ് വ്യവസ്ഥയായി മാറ്റി. 2023ലെ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്തിന്റെ അറ്റാഭ്യന്തര ഉൽപാദനത്തിന്റെ വലിയൊരു ശതമാനവും പ്രവാസി പണമാണ്. 1980കൾക്ക് ശേഷം IT വിദഗ്ധർ, ഡോക്ടർമാർ, നഴ്സുമാർ തുടങ്ങിയവർ യൂറോപ്പിലേക്കും വടക്കേ അമേരിക്കയിലേക്കും സ്ഥിരതാമസമാക്കാൻ തുടങ്ങി. ഇത് ആഗോളതലത്തിൽ ഒരു മലയാളി ഐഡന്റിറ്റി സൃഷ്ടിച്ചു. എന്നാൽ ഈ സാമ്പത്തിക പുരോഗതിക്കൊപ്പം ചില സാമൂഹിക വെല്ലുവിളികളും ഉയർന്നു വന്നു. ദീർഘകാലത്തെ കുടുംബങ്ങളുടെ വേർപിരിയലുകൾ, പ്രായമായവരുടെ ഒറ്റപ്പെടൽ, ജനസംഖ്യയിലെ പ്രായമായവരുടെ വർധനവ് തുടങ്ങി മലയാളി ഇതുവരെ കേൾക്കാത്ത സാമൂഹിക വിഷയങ്ങൾ ചർച്ചയായി തുടങ്ങി. മലയാളികൾ പ്രവാസികളായപ്പോൾ ബംഗാളികൾ എന്ന പേരിൽ തിരിച്ചറിയുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അതിഥി തൊഴിലാളികൾ കേരളത്തിലേക്ക് വൻതോതിൽ ഒഴുകിയെത്തി. ഇന്ന് കേരളത്തിലെ താഴേക്കിടയിലുള്ള തൊഴിൽ മേഖലകൾ ഏതാണ്ട് പൂർണ്ണമായും ഇവരുടെ കൈകളിലാണ്. സമീപകാലത്ത് കേരളത്തിലെ പ്രവാസ രീതികളിൽ വലിയൊരു മാറ്റമാണ് ദൃശ്യമാകുന്നത്. തൊഴിലിനായി വിദേശത്തേക്ക് പോയിരുന്ന മുൻ തലമുറകളിൽ നിന്ന് വ്യത്യസ്തമായി യുവതലമുറ ഉന്നത വിദ്യാഭ്യാസത്തിനായാണ് വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത്. ഏകദേശം 2.5 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് വിദേശ സർവകലാശാലകളിൽ പഠിക്കുന്നത്. അന്താരാഷ്ട്ര നിലവാരമുള്ള ജീവിതം, മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങൾ എന്നിവയാണ് യുവജനങ്ങളെ ആകർഷിക്കുന്നത്. ഇതിൽ ഭൂരിഭാഗവും പഠനശേഷം അവിടെ തന്നെ സ്ഥിരതാമസമാക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നത് ശ്രദ്ധേയമാണ്. ഇത് കേരളത്തിന് പുതിയ വെല്ലുവിളികൾ ഉയർത്തുന്നു. വൻതോതിലുള്ള ഈ ബ്രെയിൻ ഡ്രെയിൻ ഭാവിയിൽ സംസ്ഥാനത്തെ എങ്ങനെ ബാധിക്കുമെന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ലോകമെമ്പാടുമുള്ള ആശുപത്രികളിലും ടെക്നോളജി കമ്പനികളിലും സർവകലാശാലകളിലും ഇന്ന് മലയാളികളുടെ സാന്നിധ്യമുണ്ട്.
മാറ്റങ്ങളെ ഉൾക്കൊണ്ട് സ്വന്തം നാടിനോടുള്ള വൈകാരിക ബന്ധം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ജനതയുടെ അതിജീവനത്തിന്റെയും പൊരുത്തപ്പെടലിന്റെയും കഥയാണ് കേരളത്തിന്റെ പ്രവാസ ചരിത്രം. മുൻ തലമുറകൾ പടുത്തുയർത്തിയ ഈ പാതയിലൂടെ പുതിയ തലമുറയും സഞ്ചരിക്കുമ്പോൾ കേരളത്തിന്റെ ഈ പ്രവാസ കഥ ഇനിയും അവസാനിക്കുന്നില്ല.